പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം സങ്കീർത്തനം 50:14. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. വീണ്ടും 20-ാം വാക്യം, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ച് കൊടുക്കും. വീണ്ടും 1 തെസ്സലോനിക്ക 5-16 വരെയുള്ള 5-ാം അധ്യായം 16-ാം വാക്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ കൃതജ്ഞതയായിരിക്കട്ടെ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. എപ്പോഴും എല്ലാത്തിനും കൃതജ്ഞതയോടുകൂടെ നമുക്ക് വർത്തിക്കാം. അതോടൊപ്പം തന്നെ പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. നമ്മൾ മിക്കവാറും പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സന്തോഷമുള്ള മുഖങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ ഈ സന്തോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെല്ലാം കഴിഞ്ഞ് സന്തോഷിക്കാനായിട്ടാണെന്ന് തോന്നുന്നു മനുഷ്യരെല്ലാം കാത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തു അനുയായികൾ. പക്ഷെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നിരുന്ന ഒരു ചേട്ടൻ്റെ കാര്യം എനിക്ക് എപ്പോഴും ഓർമ്മ വരും. എപ്പോഴും വളരെ പ്ലസൻ്റായിട്ടിരിക്കുന്ന, വളരെ സന്തോഷത്തിലിരിക്കുന്ന, മുഖഭാവത്തോടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ. ഇന്ന് നല്ല വെള്ളയൊക്കെ ഇട്ട് എന്നും ഷെയ്വൊക്കെ ചെയ്ത് ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായി സൈക്കിളിൽ പള്ളിയിൽ വന്ന് പോകുന്ന വളരെ പ്രസന്നവദനായ ഒരു ചേട്ടൻ. ഒരു ദിവസം ആ ചേട്ടൻ്റെ വീട്ടിൽ പോകാനിടയായി. അപ്പോൾ ഭാര്യയും ഒരു മകളും അരക്ക് കീഴ്പ്പെട്ട് തളർന്ന് കട്ടിലിരിക്കുകയാണ്. ഒരു ചെറിയ വീട്, അത് വിൽക്കാനിട്ടിട്ട് കച്ചവടം നടക്കാതിരിക്കുകയായിരുന്നു. മൂത്ത മകൻ മാനസിക അസ്വസ്ഥ ഒക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്തു. രണ്ടാമത്തെ മകനും ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി മെൻ്റൽ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ട് ആക്കും. അപ്പോൾ അവിടെ പോയി നിൽക്കാനായിട്ട് ആളില്ല ആശുപത്രിയിൽ. കാരണം വീട്ടിലത്തെ സ്ഥിതി ഇതാണ്. ഈ ചേട്ടൻ്റെ വീട്ടിലോട്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ സ്തംഭിച്ചു പോയി. ഈ ചേട്ടന് എങ്ങനെ ഇത്ര പ്രസന്നതയോടെ ജീവിക്കുവാൻ, മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാൻ സാധിക്കുന്നു? സ്വന്തം ജീവിതത്തിൻ്റെ ഒരു സ്ഥിതി ഇതാണ്. അതുപോലെ തന്നെ വീണ്ടും ഓർക്കുന്നു, വേറൊരു സഹോദരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി എന്തൊരു ആക്സിഡൻറ്റ് പറ്റി കഴുത്തിന് കീഴ്പ്പെട്ട് തളർന്നിരിക്കുകയാണ്. എല്ലാത്തിനും പരസഹായം വേണം. അപ്പം എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ കരുതി നമ്മൾ പോയി കഴിയുമ്പോൾ, അവിടെ ചെന്ന് കഴിയുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് വൈബിലാണ് ഈ ആളവിടെ കിടക്കുന്നത്. പുള്ളിക്ക് നിരാശയില്ല, സങ്കടമില്ല, വളരെ സന്തോഷത്തിൽ ആ ചെറുപ്പക്കാരൻ ഞങ്ങളെ ഫേസ് ചെയ്തു.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജന്മത്തിന്, നമുക്ക് ക്രിസ്തുവിനെ അറിയുവാൻ സാധിക്കുന്നതിന്, നമ്മുടെ മാതാപിതാക്കന്മാരുടെ മകനും മകളുമൊക്കെയായി ജനിച്ചതിന്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ജനസം പണസമ്പാദന മാർഗങ്ങളിലേക്ക്, ധനസമ്പാദന മാർഗങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, അവരുടെ അച്ചീവ്മെൻറ്റിലേക്ക്, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഗ്രാമത്തിലേക്ക്, നമ്മുടെ പട്ടണത്തിലേക്ക്, നമ്മളെക്കാട്ടിലുമൊക്കെ വിഷമം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു നിമിഷ നേരത്തേക്ക് യുദ്ധഭൂമികളിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഒരു നിമിഷ നേരത്തേക്ക് ആഭ്യന്തര യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ, ആ, ഇടങ്ങൾ നോക്കൂ. ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊന്നുകളയുന്ന ഇടങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ എത്രമാത്രം കൃതജ്ഞതയുള്ളവരായിരിക്കണം. ക്രിസ്തുവിനെ അറിയുവാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യം. കാരണം ഈ ജീവിത ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്നതിന് പകരം നമുക്ക് അത്താണിയായി നമ്മളെ സഹായിക്കാൻ ഒരു ദൈവമുണ്ട്, സഹായകനുണ്ട് എന്നുള്ള കാര്യം തന്നെ എത്രയോ അതിന് തന്നെ നമ്മൾ എത്രമാത്രം കൃതജ്ഞത ഉള്ളവനായിരിക്കണം. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. വളരെ ഈസിയാണ്. ബി ഹാപ്പി, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവിൻ. മദർ തെരേസയുടെ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മദർ തെരേസയുടെ ഒരു വാക്യം, "The best way to show my gratitude is to accept everything, even my problems, with joy. The best way to show my gratitude is to accept everything, even my problems, with joy." എല്ലാ കാര്യങ്ങളും കൃതജ്ഞതയോടെ സ്വീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അത് നല്ല കാര്യങ്ങളും ആവാം, പ്രോബ്ലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുമാകാം. സന്തോഷത്തോടെ, കൃതജ്ഞതയോടെ നമുക്ക് അവയെ ആക്സെപ്റ്റ് ചെയ്യാം. അത് മദർ തെരേസയുടെ ഒരു പോളിസി തന്നെ അതാണ്. എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. എന്തൊക്കെ പ്രതിസന്ധികൾ ഒക്കെയാണ് മദർ മിഷണറീസ് ഓഫ് ചാരിറ്റി തുടങ്ങുന്ന സമയത്തൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്തേവാസികളുടെ എണ്ണം കൂടി, പലപ്പോഴും അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ, ഇതെവിടെ നിന്ന് വരുമെന്നുള്ള ചിന്ത. അപ്പോഴൊക്കെ മദറിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരിയും ശുഭാപ്തി വിശ്വാസവും പ്രാർത്ഥനയിൽ മുഴുകലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കലും ഒക്കെയായി മദർ മുന്നോട്ട് തന്നെ പോയി. അതുപോലെ തന്നെ സെയിൻറ്റ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഇപ്പം വിശുദ്ധനായല്ലോ. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഈ രണ്ടുപേരും, സെയിൻറ്റ് ജോൺ പോൾ ടു പറയുന്നു, "റിമെമ്പർ ദ പാസ്റ്റ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്." നമ്മുടെ ഭൂതകാലത്തെ കൃതജ്ഞതയോടെ നമുക്ക് നോക്കാം. "ലിവ് ദ പ്രസൻറ്റ് വിത്ത് എന്തൂസിയാസം." ഉത്സാഹത്തോടെ നമുക്ക് നമ്മുടെ വർത്തമാനകാലത്തെ നമുക്ക് നോക്കാം. അതുപോലെ ഭാവിയിലേക്ക് നമുക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടെ ഭാവിയിലേക്ക് നോക്കാം. ഭൂതകാലത്തിനെക്കുറിച്ച്
ഉത്സാഹം അല്ലെങ്കിൽ എന്തൂസിയാസം, ഇന്നിനെക്കുറിച്ച് എന്തൂസിയാസം, ഭാവിയെക്കുറിച്ച് കോൺഫിഡൻസ്. ഇത് നമുക്കൊരു ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമുക്ക് വളരെ എപ്പോഴും കൃതജ്ഞതയോടെയുള്ള ഒരു ജീവിതം, എല്ലാവരെയും സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ പാലിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരായി നിരാശ ഒട്ടും തന്നെ ഇല്ലാതെ എന്തൊക്കെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും ആ മുഖത്തെ ആ പുഞ്ചിരി മായാതെ എല്ലാത്തിനും എല്ലാവരോടും പ്രത്യേകിച്ച് ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു കൃപ സർവേശ്വരൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ്.